എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണിംഗ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. CPRൻ്റെ ഹൈയിൽ ഓപ്പണായി നേരെ പോയി പ്രീവിയസ് ഡേ ലോ അടിച്ചു. അവിടെ നിന്ന് കയറി ഇവിടെ സപ്പോർട്ട് എടുത്ത് വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ഇത്രയും ഏരിയയിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് തന്നു. ഓപ്ഷനകത്തൊന്നും വലിയ ബെനിഫിറ്റ് കിട്ടത്തില്ല. പക്ഷേങ്കിൽ അതിനുശേഷം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയാണ് ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തത്. ഏകദേശം 1.5% ബാങ്ക് നിഫ്റ്റി പ്ലസ്സിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് 25,000 സപ്പോർട്ട് എടുക്കുമായിരിക്കും ചിലപ്പോൾ. എന്നാലും നമുക്ക് പറയാം, ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് പറയാൻ പറ്റത്തില്ല. 1-2 ദിവസം കൊണ്ട് ഏകദേശം മനസ്സിലാകാൻ പറ്റും തിരിച്ച് കുറച്ച് കയറാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിഫ്റ്റിക്ക് ചാൻസ് ഉണ്ട് ഓൾ ടൈം ഹൈ അടിക്കാനുള്ള. ഓൾ ടൈം ഹൈ 26,000 മുകളിൽ ഒരു പ്രാവശ്യം പോകാനുള്ള ചാൻസ് ഉണ്ട്, അഥവാ ഒരു അപ് ട്രെൻഡ് കിട്ടുവാണെങ്കിൽ. പക്ഷേങ്കിൽ 26,000 ആ ഹയർ ലെവലിൽ നിന്ന് വീണ്ടും സെല്ലിങ് വരാം. അവിടുന്ന് അധികം മുകളിലോട്ട് പെട്ടെന്ന് കയറത്തില്ല. ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മിക്കവാറും മാർക്കറ്റിനെ നല്ല രീതിയിൽ മുകളിലോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇത്രയും ഷെയറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു 3 ഫണ്ട് ഷെയർസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല ചാൻസ് ഈ 3 ഷെയറുകൾ ഞാൻ പറയുന്നത് ഒന്നുകിൽ ഹൈ, അതല്ലെങ്കിൽ R1 റേഞ്ച്. ഇവിടെ നോക്കിയാൽ ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ് ഇതിൻ്റെയൊക്കെ. സുമി കെമിക്കൽ എന്ന് പറയുന്നത് 12, അപ്പോൾ ജൂബിലൻ ഫാർമയും ഏകദേശം അടുത്തടുത്തായിരുന്നു. അപ്പോൾ ഈ ലെവലുകൾ വന്ന് ഈ ഷെയറുകളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. നമുക്ക് കുറച്ച് ഷെയറുകൾ നോക്കാം, എന്നിട്ട് നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. ഇപ്പോൾ സമ്മാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ അധികം മൂവ്മെൻറ്റ് തന്നില്ലെങ്കിലും സമ്മാൻ ക്യാപിറ്റൽ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പൺ ആയതിനു ശേഷം പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് തിരിച്ചിറങ്ങി. അപ്പം 137 എന്നത് 134, 3 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. അതിനുശേഷം പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന അടുത്ത ലെവലിൽ പോകുന്ന നോക്കി അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. 138, 59 റേഞ്ച് എടുത്താൽ അവിടെ നിന്ന് ഒരു 3 രൂപ കിട്ടുന്നുണ്ട്. വീണ്ടും ഹൈയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും കുറച്ചിറങ്ങി 3 പ്രാവശ്യം ചെറിയ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ വേറെ ഷെയർ ആയിരുന്നു ജൂബിലൻ ഫാർമ. അത് കറക്റ്റ് നല്ല ഒരു ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടുന്ന് 1238 റേഞ്ച് എന്നത് വൺ സൈഡ് മൂവ്മെൻറ്റ് എവിടം വരെ തന്നു, 1213 വരെ തന്നു. അതിനുശേഷം സുമി കെമിക്കൽ അത് ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 പോയിട്ട് ഇറങ്ങി. ഇവിടെ നോക്കി 612 എന്നത് 606 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. അതിനുശേഷം പോയി പുതിയ ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിൽ പോകാതെ തിരിച്ച് വീണ്ടും ഈ ലെവൽ എൻട്രി താഴെ പോയി. അപ്പോൾ നമുക്കിവിടെ വീണ്ടും സൂപ്പറായിട്ട് എൻട്രി എടുത്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 608 എന്നത് 583 വരെ പോയി. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ആ ഷെയറിനകത്ത്. അതിനുശേഷം നമുക്ക് വിംത ലാബ് എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം. ജസ്റ്റ് പ്രീവിയസ് ഡേ ഹൈഡ് അടുത്തൊരു 5 പൈസയുടെ അങ്ങോട്ട് വ്യത്യാസം വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ നമുക്ക് എൻട്രി ഈസി ആയിട്ട് എടുക്കാം. 544 എന്നത് 522 വരെ തരുന്നുണ്ട്. അതിനുശേഷം ക്യൂപ്പിഡ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി. ഇവിടെ നോക്കിയാൽ അറിയാം R1 അടിച്ചു.
R1ൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ 151 നമുക്ക് ഈ സൈഡ് കിട്ടുക. 151 റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 144 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീണ്ടും അത് താഴോട്ട് പുതിയ ലോയിൽ പോയി ആ ഷെയർ. ഗരുഡ എന്ന് പറയുന്നത് അടിപൊളി ചാൻസ് ആ ഷെയർ കൊടുത്തത്. ഗരുഡ 2 പ്രാവശ്യം നല്ല ചാൻസ് കൊടുത്ത ഷെയർ. ഇവിടെ നോക്കി ഫസ്റ്റിൽ 180 അടിച്ചു, അതിനുശേഷം 171 താഴെ പോയി. അതിനുശേഷം തിരിച്ച് വീണ്ടും ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് വീണ്ടും തിരിച്ചാണ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചെടുത്ത് രണ്ടാമത് വീണ്ടും എടുത്താൽ വീണ്ടും നല്ലൊരു പ്രോഫിറ്റ് അതിനകത്തുനിന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ വേറെ 1-2 ഷെയറുടെ കാണും, പക്ഷേ എങ്കിലും സമയം വെറുതെ കളയണ്ട. അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. ഇത്രയും ഷെയറിനകത്ത് ഈ തൈൻവാൾ കെമിക്കൽ മാത്രം സൂക്ഷിച്ചേ ചെയ്യുക. അതിനകത്ത് വോളിയം വരത്തില്ല ആ ഓപ്പണിങ്ങിലൊന്നും, പക്ഷേ മൂവ്മെൻറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നോക്കി ചെയ്യുക. ഇവിടെ 252. ഇപ്പോൾ ഇതിനകത്ത് R1 എന്ന് പറയുമ്പോൾ ഏകദേശം 5% മുകളിലാണ് വരുന്നത്. അപ്പോൾ ഈ റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് എടുക്കുക. അതല്ലാതെ ഇപ്പോൾ 252, 53 അല്ലെങ്കിൽ 55 ഓപ്പണായിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നമ്മൾ താഴോട്ട് ഇച്ചിരി ഇറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ച് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം ചെയ്യാനേ. ഈ സൗരാഷ്ട്ര കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ ഹൈയോ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് ആയിരിക്കും. ഫാർമ അതും ഹൈയും R1 റേഞ്ചിൽ നിന്ന് ചാൻസ് ആണ്. പക്ഷേ ഹെവി മൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ട് നിൽക്കുക കഴിവതും. എക്കോസ് മൊബൈലിറ്റി 53. ഈ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുക, ഇതിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓറം പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഈ ഷെയർ ഹൈ R1 ശ്രദ്ധിക്കുക. ഗാലൻ്റ് ഇസ്പാത്ത് ഇതും ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ബോറോ റിന്യൂവബിൾ എന്ന് പറയുന്ന ഷെയർ അതും ഹൈ R1 റേഞ്ച് ചാൻസാണ്. പർദി ഫോസ്ഫേറ്റ് എനിക്ക് തോന്നിയത് 200 രൂപയിലോട്ട് പോകാനുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലെവലുകൾ വന്ന് കെട്ടിയാണ് ചാൻസ് എടുക്കുക. മാക്സ് ഇൻഡസ്ട്രീസും അധികം അങ്ങോട്ട് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ മൂവ്മെൻറ്റ് ഇന്ന് ഇല്ലായിരുന്നു. ഹൈ പോയിട്ട് നല്ല രീതിയിൽ ഇറങ്ങി. അപ്പോൾ ഒന്നുകിൽ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ചാൻസ് എടുക്കുക, അതല്ലെങ്കിൽ ഹൈ റേഞ്ചിൽ പോയിട്ട് എടുക്കുക, തിരിച്ച് ഇറങ്ങുവാണെങ്കിൽ അവിടെ എടുക്കുക. ഈ JG കെമിക്കലിനകത്ത് ഈ ആവറേജ് ശ്രദ്ധിക്കുക. 534 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ CPRൻ്റെ ലെവലിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കയറാൻ ചാൻസ് കുറവാണ്, ശ്രദ്ധിക്കുക. ഇത്രയും ഷെയറുകൾ വന്നിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനകത്തുള്ള ഷെയറുകളാണ്. പക്ഷേങ്കിൽ ഈ ഷെയറുകളെല്ലാം തന്നെ ഹൈയോ R1 റേഞ്ചോ അതിൽ കൂടുതലൊന്നും പോകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വന്ന് കിട്ടിയാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ഷെയറിനകത്ത് മൂവ്മെൻറ്റ് കുറവായിരിക്കും. നാഷണൽ അലൂമിനിയത്തിനകത്ത് മൂവ്മെൻറ്റ് കുറച്ചേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അശോക് ലൈലാൻഡൊക്കെ. പക്ഷേ ഈ എറ്റേണൽ എന്ന് പറഞ്ഞാൽ ഇത് സൊമാറ്റോ ആണ് പഴയ. ഇതിനകത്തൊക്കെ ഹൈയും R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിയ ഒരു ഷെയർ. UPയിലും അതുപോലെ 10-15 രൂപയൊക്കെ ഇറങ്ങി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ രീതി വരുവാണെങ്കിൽ. പോളിസി ബസാറും അതുപോലെ തന്നെ നോക്കുക. അംബുജ സിമെൻറ്റും R1 റേഞ്ചോ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് ചാൻസ് എടുക്കാം. ഇതെല്ലാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുള്ള ഷെയറാണ്. ഞാൻ നോർമൽ ആ പുതിയ രീതി എടുക്കുന്ന ഷെയർസ് ഞാൻ ഇന്ന് നോക്കിയിട്ടില്ല, ടൈം ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഷെയറിനകത്ത് തന്നെ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.